CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ അകലാട് സ്വദേശിയായ യുവാവ് മരിച്ചു. കാട്ടിലപ്പള്ളി മഹ്ളറയ്ക്ക് സമീപം താമസിക്കുന്ന 38 വയസ്സുള്ള ശിഹാബാണ് മരിച്ചത്. ഗുരുവായൂർ തൊഴിയൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. വടക്കേക്കാട് എടക്കര റോഡിൽ ചന്ദനത്ത് ബഷീറിന്റെ മകൻ 24 വയസ്സുള്ള ദിൽഷാദാണ് മരിച്ചത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏപ്രിൽ 17, 18, 19, 20, 21 തീയതികളിലായാണ് തിരുനാൾ ആഘോഷം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യകാലം 18-ന് ആരംഭിക്കും. മേടമാസത്തിലെ അമാവാസിക്ക് ശേഷമുള്ള പ്രഥമം മുതൽ ഇടവമാസത്തിലെ അമാവാസി വരെയുള്ള ഒരു ചാന്ദ്രമാസമാണ് വൈശാഖമാസം. മെയ് 15-നാണ് വൈശാഖ സമാപനം. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ കുന്നംകുളം ഗുഡ്ഷപ്പേർഡ് വിദ്യാർത്ഥികൾ ഉന്നത വിജയം കരസ്ഥമാക്കി. പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചതിനോടൊപ്പം ഗുഡ്ഷപ്പേർഡ് വിദ്യാർത്ഥിനിയായ ആഗ്നസ് MA 500-ൽ 499 മാർക്ക് നേടി സ്കൂൾ ടോപ്പ് സ്കോററായി. ബൗദ്ധികമായ ധിഷണാപരതയുള്ള വ്യായാമം നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് കാര്യങ്ങൾ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയെന്ന് പ്രമുഖ സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ. പുന്നേർകുളം ചെറായി ക്രിയേറ്റീവ് കലാസാംസ്കാരിക വേദി വായനശാല 28ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സദസ്സ് TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടുകാമ്പാൽ ചിറയൻകാട് BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകൻ ചിറയൻകാട് സ്വദേശി അഭിജിത്ത്, BJP പ്രവർത്തകരായ കാശിനാഥ, ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. KP വത്സലനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയവർ 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പാഠം പഠിച്ചില്ലെന്നും ഇപ്പോഴും നടത്തുന്ന നുണപ്രചരണങ്ങൾക്കുള്ള ജനങ്ങളുടെ വിധി മെയ് 4-ന് അറിയാനാകുമെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. KP വത്സലൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി അകലാട് ഒറ്റനയിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ അളവ് ആശങ്കാജനകമായ രീതിയിൽ ഉയരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിർദ്ദേശം. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലം ടർഫിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. തിച്ചൂർ കാവുങ്ങൽ ട്രസ്റ്റിന്റെ പ്രഥമ കഥകളി സ്മരണാഞ്ജലി പുരസ്കാര സമർപ്പണം ഏപ്രിൽ 18-ന് വൈകുന്നേരം 5:15 മുതൽ തിച്ചൂർ അയ്യപ്പസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ചെമ്പൂക്കാവിൽ കാർ അപകടം, 2 പേർക്ക് പരിക്ക്. ചെമ്പൂക്കാവ് KSFക്ക് മുൻവശം നിയന്ത്രണം വിട്ട മഹേന്ദ്ര താറും MG കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ചാവക്കാട് ഖുറാൻ സ്റ്റഡി സെന്റർ സംഘടിപ്പിക്കുന്ന തഖ്ദീസ് സമ്മർ വെക്കേഷൻ ക്യാമ്പിന് തുടക്കമായി. പുന്നേർകുളം ഉപ്പുങ്ങൽ പാലാക്കൽ പെൺകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റിഫ റാത്തീബ് നടത്തി. രാവിലെ 8 മണിക്ക് മൗലിദ് പാരായണത്തെ തുടർന്ന് 11 മണി മുതൽ 1 മണി വരെ ഭക്ഷണ വിതരണവും ഉണ്ടായി. എളവള്ളിയിൽ തീപിടുത്തം. എളവള്ളി പഞ്ചായത്ത് മിനി ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് സമീപത്തുള്ള പാടത്താണ് രാത്രി തീപിടുത്തമുണ്ടായത്. കുറ്റിക്കാട് പാടശേഖരത്തിൽ പാണ്ഡ്യത്ത് രാജന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ അഗ്നിബാധയുണ്ടായത്. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പ് വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡലും ഫൈറ്റ് വിഭാഗത്തിൽ വെങ്കല മെഡലും കരസ്ഥമാക്കിയ ഒരുമനയൂർ സ്വദേശി നബ്ഹാൻ റഷീദിന് ഒരുമനയൂർ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരണം നൽകി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.